ഹലോ ഫ്രണ്ട്സ്, ഓണസദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടുതോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. മിക്സഡ് വെജിറ്റബിൾ തോരൻ നല്ല ടേസ്റ്റിലും വളരെ സിമ്പിളായിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. അപ്പോൾ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കുവാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. നാടൻ കറികൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ രുചി കൂടുതലായിരിക്കും. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരട്ടെ. അടുത്തത് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസുള്ള ഒരു ക്യാബേജിൻ്റെ 1/4 ഭാഗം ചെറുതായി കൊത്തിയരിഞ്ഞത്, ഇതൊരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ. 3/4 കപ്പ് ചെറുതായി അരിഞ്ഞ ബീൻസ്. മീഡിയം സൈസുള്ള ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഇതും ഒരു 3/4 കപ്പുണ്ട്. ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ തോരനിലേക്ക് ചേർക്കുന്ന പച്ചക്കറികളും സവോളയും മുളകുമൊക്കെ ചെറുതായി അരിഞ്ഞ് തന്നെ എടുക്കണം. അതുപോലെ ഞാനിവിടെ പച്ചക്കറികളൊക്കെ എടുത്തിരിക്കുന്ന കപ്പ് 240 ml അളവ് കപ്പാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിളക്കി കൊടുക്കാട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി നേരത്തെ ഇടാൻ മറന്നുപോയതാണ്. ഈ തോരൻ ഉണ്ടാക്കാൻ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ വെന്ത് കിട്ടിക്കോളും. ഇവ ഇനി തട്ടി പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. ആദ്യം ഏകദേശം ഒരു 12-15 മിനിറ്റോളം വേവിക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവയെല്ലാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറികൾക്ക് ഒരു 3/4 വേവായി കിട്ടിയാൽ മതി, ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3/4 ടീസ്പൂൺ ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇങ്ങനെയൊന്ന് പിച്ചിക്കറി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ പച്ചക്കറിയിലേക്ക് നന്നായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒന്നും കൂടി തട്ടി പൊത്തി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് മതിയാകും. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് 1 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. വളരെ സിമ്പിളല്ലേ? തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നെ അറിയിക്കാൻ മറക്കല്ലേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.